വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഒരു മുരിങ്ങയില ദാലാണ്, അതായത് കേരള സ്റ്റൈലിലെ മുരിങ്ങയില പരിപ്പ് കറി. അതിന് വേണ്ട ചേരുവകൾ: 3 തക്കാളി, മീഡിയം സൈസിലെ തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3/4 കപ്പ് മുരിങ്ങയില, 1 ടീസ്പൂൺ ഉപ്പ്, 4 എരിവുള്ള പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ ബാർലി. അത് ഓപ്ഷനിലാണ്, പക്ഷേ ഹെൽത്തി ആയിരിക്കും, എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഉപദേശം. 5 അല്ലെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്. മസൂറിൻ്റെ ദാൽ അല്ലെങ്കിൽ പിങ്ക് ദാൽ എന്ന് അറിയപ്പെടും. അത് 3/4 കപ്പാണ്. കഴുകി വാരിയത് കൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. 3/4 കപ്പ്. ഇതാണ് ദാലിൻ്റെ ചേരുവകൾ. ഇനി നമുക്ക് ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് വെള്ളം ചേർത്ത് അടുപ്പിൽ വെക്കാം. ആദ്യം പരിപ്പിടാം, അതിന് ശേഷം മുരിങ്ങയില, തക്കാളി, വെളുത്തുള്ളി, മഞ്ഞൾ ഞാൻ പറയാൻ അവിടെ മറന്നുപോയി. 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് അതിന് ശേഷം നമുക്ക് വെന്തതിന് ശേഷം നോക്കിയിട്ടിടാം. പച്ചമുളക്, ബാർലി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിരുന്ന കേട്ടോ. അത് ഇച്ചിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് വെള്ളത്തിൽ നേരത്തെ ഇടുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം. ഒന്ന്, 2, 3. ഇച്ചിരി വെള്ളം കൂടി കിടക്കണം. നമ്മുടെ ബാർലിക്ക് കൊഴുപ്പുള്ളതാണ്, വെള്ളം ഇച്ചിരി കൂടി കിടക്കണം. ഞാൻ 3 കപ്പും 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് വെള്ളം. ബാർലി ഇടുന്നില്ല എങ്കിൽ 3 കപ്പ് വെള്ളം മതി. ബാർലി ഇടുന്നെങ്കിൽ 3/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം, കാര്യം ബാർലിക്ക് കൊഴുപ്പുള്ള സാധനമാണ്. ഇനി ഇത് നമ്മൾ അടച്ച് 3 അല്ലെങ്കിൽ 4 സീറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കണം. 3 അല്ലെങ്കിൽ 4 സീറ്റ് വരണം. ബാർലിക്ക് വേവുള്ളത് കാരണം, അല്ല എങ്കിൽ 2 സീറ്റ് മതിയാവും. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തീ കത്തിക്കണം. ഇനി അത് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ: ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്. ഇതാണ് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇനിയും ആവശ്യമായ എണ്ണ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്ക് കടുക് വറുക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാകുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണ. ആവശ്യത്തിന് നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അതെപ്പോഴാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടുമ്പോൾ ജീരകമിടാം. വറ്റൽമുളക് 2 പൊട്ടിച്ചത്. അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ഉള്ളി. തീ ഇച്ചിരി കുറയ്ക്കാം.
പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലയൊന്നും ഇടുന്നില്ല. മുരിങ്ങയില ഇട്ടത് കാരണം കറിവേപ്പില ഇടുന്നില്ല. അല്ലെങ്കിൽ തന്നെ കറിവേപ്പില നമ്മുടെ മല്ലിയില ഇട്ടാൽ മതി. മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില ഇട്ടാൽ മതി. അത് മുരിങ്ങയില ഇട്ടത് കാരണം മല്ലിയില ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. ആ മുരിങ്ങയില ടേസ്റ്റാണ്, ഇലവർഗ്ഗ ഇലയാണ്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. തീ കൂട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളി മൊരിയണം. ഉള്ളി ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദാല് നന്നായി വെന്ത് എല്ലാം പാവുകയാണ്. ഉപ്പ് ഞാൻ നോക്കിയിട്ടില്ല, ബാക്കി എല്ലാം തീ കുറച്ചിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, ഉപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഉണ്ടോ, പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നല്ല കോമ്പിനേഷനാണ്. 1 ടീസ്പൂൺ നെയ്യ് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് ഉരുകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പരിപ്പ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട് പരിപ്പ്. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ദാല് ഞാൻ ചേർത്ത എല്ലാ ചേരുവകളും കറക്റ്റാണ്. ഉപ്പും പരുവാണ്, നമ്മുടെ പുളിയും എല്ലാം കറക്റ്റാണ്. ഒന്നും നിങ്ങൾക്ക് കുറവില്ല. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാം കറക്റ്റാണ്. ഉപ്പ് പോലും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒക്കെ റെഡിയാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഓപ്ഷനിലാണ്, പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചേർക്കണമെന്ന് തന്നെ പറയാം. അതൊരു ഹെൽത്തി തന്നെയാണ്. ഞാനിവിടെ പശുവിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ചേർക്കുക. നമ്മുടെ ദാല് കണ്ട് ചൂടായി തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ മുരിങ്ങയില ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇത് വെച്ച് കഴിക്കണം. നല്ല ഹെൽത്തിയാണ്. ഇതിനകത്ത് തേങ്ങയും മസാലകളും ഒന്നും ചേർന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.